welcome back to my channel, your online teacher. നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ വൺ ഷോട്ട് റിവിഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൈക്രോ എക്കണോമിക്സിൻ്റെ മുന്നത്തെ ചാപ്റ്റേഴ്സും മാക്രോ എക്കണോമിക്സിൻ്റെ ഇതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ മക്കളെ നമ്മുടെ 199ൻ്റെ ക്രിസ്മസ് എക്സാം റിവിഷൻ ബാച്ച് നിലവിൽ റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹായ് +2 ക്രിസ്മസ് എന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതോ ഓക്കെ. അപ്പോൾ ഫൈനൽ ഗുഡ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലൂടെ കടന്നു പോകുന്നില്ല. ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ടേബിൾ കഴിഞ്ഞതാണല്ലോ, സോ ഫൈനൽ ഗുഡ് ആണ്. റബ്ബർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? റബ്ബർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ദെൻ വുഡ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. വീറ്റ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ടയർ എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്. ലെതർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ബ്രെഡ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡാണ്. ബാഗ് എന്ന് പറയുന്നതും ഫൈനൽ ഗുഡാണ്. ഇത് നമുക്ക് നോക്കിയാൽ GDP 12,000 ആണെന്നും NDP 9,000 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 3,000 ആണ്. ഐഡൻറ്റിഫൈ ദാറ്റ് കൺസെപ്റ്റ്. ഇത് എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്? GDP മൈനസ് NDP. ഒന്ന് GDPയും ഒന്ന് NDPയും ആണല്ലോ. സോ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കിട്ടുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സഡ് ആസറ്റ്സ് ഒരുപാട് നാളത്തെ ഉപയോഗം കൊണ്ടിട്ട് അതിലെന്ത് വരുന്നു? ലോസ് വരുന്നതാണ്. അതിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ 3 സെക്ടേഴ്സിലെ വാല്യൂ ആഡഡും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് തന്നിട്ടുണ്ട്. GNP കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. GNP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യയുടെ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് GNP വരുന്നത് 3,140 ആണ്. ശ്രീലങ്കയുടെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,840 വരും. സോ ഇതിന് പറയുന്ന ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരെന്താണ്? ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡാണ്. കാരണം പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ ഫേംസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എല്ലാത്തിൻ്റെയും വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഇത് കൂടാതെ നാഷണൽ ഇൻകം കാണുന്ന മറ്റു മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. നമ്മളോട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ വരുന്നത് ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡും ഫേമും തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് ഫാക്ടർ സർവീസസ് പോകുന്നതാണ്. ഫാക്ടർ സർവീസസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഫേം അതിനുശേഷം അതിന് വേണ്ട പേയ്മെൻറ്റ്സ്, ഫാക്ടർ പേയ്മെൻറ്റ്സ് തിരിച്ചു ചെയ്യുന്നതാണ് C എന്ന് പറയുന്ന ഫ്ലോ. അതായത് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം. ദെൻ അതിനുശേഷം ഹൗസ് ഹോൾഡ് അവരുടെ ഇൻകം മുഴുവൻ എന്ത് ചെയ്യും? ഫേമിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിലേക്ക് സ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യും? ഫേം അവരുണ്ടാക്കിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മുഴുവനും ഈ ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഇതാണ് ഇതിലെ 4 ഫ്ലോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ദെൻ GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ദെൻ GNPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് NNP ആണ്. NNPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് NNP-FC ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GDP ഡിഫ്ലേറ്റർ കാണുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 ആണ്. സോ കറണ്ട് ഇയറിലേതെന്ന് പറയുന്നത് 18,000ഉം ബേസ് ഇയറിലേതെന്ന് പറയുന്നത് 12,000ഉം ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 150 കിട്ടും. ഓക്കെ. ദെൻ അടുത്തത് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഏതൊക്കെയാണ് സ്റ്റോക്ക്, ഏതൊക്കെയാണ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഇൻകം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ക്യാപിറ്റൽ, ചേഞ്ച് ഇൻ മണി സപ്ലൈ, എക്സ്പോർട്ട്, ക്വാണ്ടിറ്റി ഓഫ് മണി. നോക്കി സ്റ്റോക്കിൽ വരുന്നതാണ് വെൽത്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ക്യാപിറ്റൽ, ക്വാണ്ടിറ്റി ഓഫ് മണി. ഫ്ലോയിൽ വരുന്നതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ, നാഷണൽ ഇൻകം, ചേഞ്ച് ഇൻ മണി സപ്ലൈ, എക്സ്പോർട്ട്, ഇതെല്ലാം. ഓക്കെ. ദെൻ നോക്കാം. മാക്സ് ഫോളോയിങ് നോക്കാം. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചതാണ്. GDP എന്ന് പറയുന്നത് സിഗ്മ = 1:n GVA ആണ്. ദെൻ NDP എന്ന് പറയുന്നത് NVAI തന്നെയാണ്. NDP എന്ന് പറയുന്നത് NNP എന്ന് പറയുന്നത് GNPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചതാണ്. ദെൻ GDP നമുക്ക് 3 മെത്തേഡിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, ദെൻ അതുപോലെ തന്നെ പ്രോഡക്റ്റ് മെത്തേഡ്. സോ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അത് നമുക്ക് എന്തുണ്ട് 8 മാർക്കിന് ചോദിക്കും. ദെൻ
GDP എന്ന് പറയുന്നത് ഒരു വെൽഫെയർ ഓഫ് വെൽഫെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് GDP ആൻഡ് നോൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈക്വൽ ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. കുറച്ച് പേരുടെ മാത്രം ഇൻകം ഇൻക്രീസ് ആയാലും GDP ഇൻക്രീസ് ആകും. ബട്ട് ഒരുപാട് പേര് പാവപ്പെട്ടവർ പട്ടിണിയിൽ കിടക്കായിരിക്കും. അപ്പോൾ നമുക്കവിടെ വെൽഫെയർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. പൈസയുടെ രൂപത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാർട്ടർ സിസ്റ്റം, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സിൻ്റെ സർവീസിൻ്റെ ജോലി, ഇതൊന്നും GDP-യിലേക്ക് എടുക്കുന്നില്ല. സോ അതും നമുക്ക് എന്ത് പറയാം, GDP ഒരു കറക്റ്റ് മെഷർ ഓഫ് വെൽഫെയർ അല്ല എന്ന് പറയാം. ദെൻ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് വെച്ചാൽ ഗവൺമെൻറ്റോ ഫേമോ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിലും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിലും GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ടും ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് GDP എന്ന് പറയുന്നത് ഒരു ഗുഡ് മെഷർ ഓഫ് വെൽഫെയർ ആയിട്ട് യൂസ് ചെയ്യാത്തത്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.